ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മണിക്കൂറിലെ ബുക്ക് മൈ ഷോയിൽ വൻ തരംഗത്തോടെ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണല്ലോ എമ്പുരാൻ. തിയേറ്ററുകളിലേക്ക് എത്താൻ 6 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ചായിരുന്നല്ലോ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻസിനെല്ലാം തന്നെ തുടക്കം കുറിച്ചത്. ലാലേട്ടനും പൃഥ്വിരാജും സിനിമയ്ക്ക് വേണ്ടി മുംബൈയിൽ പ്രസ് മീറ്റിൽ മാത്രമല്ല പങ്കെടുത്തിരിക്കുന്നത്, സിനിമയ്ക്ക് അവിടെ അഭിമുഖങ്ങൾ പ്രൊമോഷന്റെ ഭാഗമായിട്ടെല്ലാം തന്നെ നടക്കുകയും ഫോട്ടോഷൂട്ടിലും മറ്റുമെല്ലാം തന്നെ പങ്കെടുക്കുന്ന ലാലേട്ടനെയും പൃഥ്വിരാജിനെയും എല്ലാം തന്നെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. തൊട്ട് പിന്നാലെ ഓഫ്ലൈൻ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓൺലൈൻ അഭിമുഖങ്ങളിലും അതോടൊപ്പം തന്നെ ഒരു ഫാൻ മീറ്റിലെല്ലാം തന്നെ പങ്കെടുക്കാനായിട്ടും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ടും പൃഥ്വിരാജും ലാലേട്ടനും റെഡിയാകുന്ന ഒരു കാഴ്ച ഇന്ന് നമുക്ക് ഇന്റർവ്യൂകളിലൂടെയും വീഡിയോകളിലൂടെയും കാണാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പൃഥ്വിരാജും ഒപ്പം തന്നെ ലാലേട്ടനും പുറത്തുവിട്ടിരിക്കുകയാണ്. അതിനു മുന്നേ മുംബൈക്ക് ശേഷമുള്ള സിനിമയുടെ അടുത്ത പ്രൊമോഷന്റെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഹൈദരാബാദിലാണ് സിനിമയുടെ അടുത്ത പ്രൊമോഷൻ നടക്കുന്നത്. അവിടെ ഹൈദരാബാദിൽ നാളെ മാർച്ച് 22-ാം തീയതി രാവിലെ 10 മണിയോടെ ഒരു പ്രസ് മീറ്റിലാണ് ലാലേട്ടനും സിനിമയുടെ അണിയറ പ്രവർത്തകരും പങ്കെടുക്കുന്നത്. ശേഷം അവിടെയും തെലുഗു മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകാനായിട്ട് ഇരുവരും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കേരളത്തിൽ സിനിമയ്ക്ക് പ്രൊമോഷൻ മാർച്ച് 25-ന് ശേഷമാണ് പ്രതീക്ഷിക്കുന്നത്. അതിനു മുന്നേ തമിഴ്നാട്ടിലും സിനിമയ്ക്ക് ഓഫ്ലൈൻ പ്രൊമോഷൻസ് പ്രസ് മീറ്റെല്ലാം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ കേരളത്തിന് പുറത്ത് വിദേശ രാജ്യങ്ങളിലും സിനിമയ്ക്ക് പ്രൊമോഷൻസ് ഉണ്ട്. എന്നാൽ നോമ്പ് സീസണിന് ശേഷം പെരുന്നാളിന് ശേഷമായിരിക്കും ദുബായിലടക്കം ഗൾഫ് നാടുകളിൽ സിനിമയുടെ പ്രൊമോഷൻസ് ഓഫ്ലൈനായിട്ട് നടക്കുക എന്നാണ് നിലവിൽ വരുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ട്. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ഇതിനിടെ ലാലേട്ടനും പൃഥ്വിരാജും അഭിമുഖങ്ങളിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്ന കൂടുതൽ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ L3 L2വിനേക്കാൾ വലിയ സിനിമയാണ് എന്നും L2 വലിയൊരു വിജയമായി മാറേണ്ടത് L3 ചിത്രീകരിക്കാനുള്ള വലിയ ആവശ്യമായിട്ട് മാറുന്നു എന്നാണ് പൃഥ്വിരാജ് അറിയിക്കുന്നത്. ഇതിനിടയിൽ സിനിമയുടെ ബഡ്ജറ്റ് 150 കോടിയല്ലേ എന്നൊരു ചോദ്യത്തിന് അല്ല എന്നാണ് ലാലേട്ടനും പൃഥ്വിരാജും ഇതിനോടകം തന്നെ ഉത്തരം നൽകിയിരിക്കുന്നത്. സിനിമ കാണുന്നവർക്കാർക്കും തന്നെ സിനിമയുടെ കൃത്യമായ ബഡ്ജറ്റ് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നാണ് താൻ നിർമ്മാതാവിനോട് ചാലഞ്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ആകെ ബഡ്ജറ്റ് 100 കോടിയാണെങ്കിൽ അതിൽ 80 കോടി പ്രധാന നടന് ശമ്പളം, ബാക്കിയുള്ള 20 കോടി രൂപയ്ക്ക് ആ സിനിമ നിർമ്മിക്കുക എന്ന രീതിയല്ല തൻ്റേതെന്നും ലാലേട്ടൻ എമ്പുരാനിൽ നിന്നും ഒരു രൂപ പോലും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ പൃഥ്വിരാജ് സംവിധായകൻ എന്ന നിലയിൽ സിനിമയിൽ നിന്നും ഒരു രൂപ പോലും പ്രതിഫലം വാങ്ങിയിട്ടില്ല എന്ന് ലാലേട്ടൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി അവസാന പോയിന്റിലേക്ക് വരികയാണെങ്കിൽ ലൂസിഫറിന്റെ ഏറ്റവും അവസാനം ടൈലന്റ് സീൻസ് ആയിട്ട് പത്ര ക്ലിപ്സും മറ്റുമെല്ലാം തന്നെ കാണിക്കുന്നുണ്ടല്ലോ. എമ്പുരാന്റെ ടൈലന്റ് സീൻസും നിങ്ങൾ മിസ്സാക്കരുത്, അവിടെയും സർപ്രൈസ് എലമെന്റ്സ് എല്ലാം തന്നെ ഉണ്ട് എന്നൊരു സൂചനയാണ് പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ഹിന്ദി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ലൂസിഫറിന്റെ 3-ാം ഭാഗത്തിന്റെ പ്രഖ്യാപനം എമ്പുരാന്റെ ഏറ്റവും അവസാനം കാണിക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. എന്തായാലും കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത വാർത്തകൾക്ക്.